ആക്രമണം കാണിക്കുന്നുണ്ടോ? അപ്പൊ നിൽക്കുക, ഇത് ബാബു വേഴ്സസ് ഈഗിളാണ് നടക്കുന്നത്. അപ്പോ ആദ്യമേ നിങ്ങളൊന്ന് ഒരു റോക്ക് പേപ്പർ സിസ്റ്റർ എല്ലാം കളിച്ചാൽ ആദ്യം വിളിക്കുന്ന ടീം വിളിക്കുന്നത്. അപ്പൊ ആദ്യം റോക്ക് പേപ്പർ സിസ്റ്ററിൽ ജയിക്കുന്ന ആള് വിളിക്കും. 3 പോയിന്റ്. ബെസ്റ്റ് ഓഫ് 3 ആണോ? ഉറപ്പാണോ? അന്ന് ബെസ്റ്റ് ഓഫ് 3 നടക്കട്ടെ. ഏതാ ആദ്യം ഇടാൻ പോണേ? ഞാൻ റോക്ക്. ഓക്കെ, ഇത് മൈൻഡ് ഗെയിംസ് ആണ്. ഓക്കെ, റോക്ക് പേപ്പർ സിസർ. മൈൻഡ് ഗെയിം നഷ്ടപ്പെട്ടിരിക്കുന്നു. 1 പോയിന്റ് തോറ്റു. ഓക്കെ, അടുത്ത ബെസ്റ്റ് ഓഫ് 3 ആണ്. അടുത്ത ഞാൻ സിസർ ഇടാൻ പോണേ. റോക്ക് പേപ്പർ സിസർ. ഓക്കെ, 1-1 എന്നുള്ള രീതിയിൽ സ്കോർ. വാശിയേറിയ പോരാട്ടം. ലാസ്റ്റ് വൺ. ലൈവ് കഴിഞ്ഞപ്പോ എന്റെ ആയോ? ഇല്ല, അത് റിഫ്രഷ് ചെയ്ത് ഡേറ്റ തീർന്നതാണോ? എനിക്ക് അങ്ങനെ കാണിച്ചു. അതെ, ഓക്കെ. ലൈവ് കെട്ടാൻ തോന്നുന്നു. കെട്ടായില്ലേ? ഇല്ല, വരുന്നുണ്ട്. വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് വൺ. രണ്ടുപേരും എന്തെങ്കിലും പറയാനുണ്ടോ അവസാനമായിട്ട്? എന്താ പോണേ? എനിക്ക് എന്റെ കിട്ടണമെന്നാണ് എന്റെ ആഗ്രഹം. അയ്യോടാ. ഓക്കെ, എന്നാൽ ഞാൻ എടുത്തോളാം. അങ്ങനെ ആഗ്രഹം എനിക്കില്ല. ആഗ്രഹം വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. ഓക്കെ, റോക്ക് പേപ്പർ സിസർ. അങ്ങനെ എനിക്ക് വേണ്ട. മുതലാളിക്ക് കൊടുത്തു. അപ്പൊ മുതലാളിക്ക് തന്നെ ഫസ്റ്റ് വിളി. ഇങ്ങോട്ട് വന്ന നമ്മൾ ഒരു ടീമില് ഒരു 7 പേര് വെച്ചിട്ട് കുഴപ്പമില്ലല്ലോ. ഓരോ ടീമിൽ 7 പേര് 10 പേര് ആയിട്ടുണ്ടോ? എല്ലാരും കുറച്ച് പേര് ഇല്ല. നമുക്ക് എല്ലാരും വിളിക്കുക എന്താണ്. അപ്പൊ ഈകള് തുടങ്ങിക്കോ. ഫസ്റ്റ് വിളി. ഞാൻ വില്ലംബ്രോ വിളിച്ചേ. വില്ലന് ഒരു അടിയാണ്. വില്ലൻ വാ. ഫസ്റ്റ് ടീമെ വിളിച്ചു. അടുത്ത് ബാബു. ചന്ദ്രനല്ലേ വേണ്ടേ? അമ്പത്തൂർ. ചന്ദ്രനെ വേണ്ടേ? ചന്ദ്രനെ കൈവിട്ടു. ഓക്കെ, ഞാൻ ബ്രാവോ വിളിച്ചു. എന്റെ വില്ലന്റെ ഈ ഈകളുടെ ടീം വളരെ സ്ട്രോങ് ആയിട്ട്. ബാബു ബോബ് സൈഡ് ടീമിന്റെ സൈഡിൽ നിന്നോ. അടുത്ത് ഈഗിൾ ബോബ്. ഇപ്പുറത്ത് ടീം മാറിപ്പോയി. ഞാൻ SRK വിളിച്ചു. SRK. ഓക്കെ, ഇപ്പുറത്ത് അതാ മറ്റേ എന്താ ഒരേടി ആ പൊട്ടിക്കൽ കണ്ടിട്ടാണോ വിളിച്ചത്? ഓക്കെ, ടീമായിട്ട് നിന്നോ. ഓരോരുത്തർ ടീം സൈഡിൽ നിന്നോ. അടുത്തത് എനിക്ക് കെവിൻ. അവിടെ കണ്ണും കലാശയൊക്കെ കാണിച്ച് വളയ്ക്കുന്നു. അടുത്ത ഞാൻ ബാലനെ വിളിച്ചു. ബാലൻ കെ നായർ. അടുത്ത ആഷ് ബ്രൂട്ട്. മന്ദാരം. അടുത്ത് ഇപ്പുറ സൈഡില്. അപ്പുറത്ത് നോക്കോ. അടുത്ത് ബാബു. കളിക്കുന്നുണ്ടോ? അവനെ വിളിക്കാൻ പറ്റില്ല, അവൻ കളിക്കുന്നില്ല. അത് അങ്ങനെയല്ല, അത് നമ്മളൊരു കുറച്ച് വെയിറ്റ് ആണോ വലുത്? ഉറപ്പാണോ? അടുത്ത വിളി ആരെയാണ് വിളിക്കണ്ടെന്നുള്ളത് ഭയങ്കര സംശയത്തിലായിട്ടിരിക്കുക. ചന്ദ്രൻ ഞാൻ കണ്ടില്ല. ഇത്രയും നേരം എടുത്ത് അവിടെ ഇത്രയും നേരം കണ്ണും കലാശവും കാണിച്ചുകൊണ്ടിരുന്ന ചന്ദ്രനെ ഞാൻ വിളിച്ചെന്നാ വിചാരിച്ച. ഇല്ല, ചന്ദ്രനെ ആദ്യം വിളിക്കാൻ ഓർത്ത് പിന്നെ തോറ്റപ്പോ വേണ്ടാന്ന് വെച്ചു. അടുത്ത കണ്ണാപ്പി അവിടെ നിന്ന് കണ്ണും കലാശയെ കാണിക്കുന്നു. കണ്ണാപ്പി. കോച്ച് എവിടെ? കോച്ച് ഓടി. ഓക്കെ, നെക്സ്റ്റ്. ഇപ്പൊ എത്ര പേരാ നമ്മള്? 1 2 3 4 7 ഇപ്പുറത്തും അതുപോലെ തന്നെ 7 ആയി. അവൻ കോച്ചിനെ വിളിച്ചു. അടുത്ത പിക്സൽ വടംവലിക്ക് ചേരാൻ ആർക്കൊക്കെ താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ കൈ ഒന്ന് വെക്കോ. നിനക്ക് താല്പര്യം ഇല്ല? എടാ, അടുത്ത ട്യൂബറിനെ വിളി ആരെങ്കിലും. കീരിനെ വിളിച്ച്. ട്യൂബർക്ക് കഴിഞ്ഞ കൊല്ലത്തെ ഓണത്തിന്റെ ചാമ്പ്യൻ അല്ലേ? കഴിഞ്ഞ കൊല്ലത്തെ ഓണത്തിന്റെ ചാമ്പ്യനാണ് ട്യൂബോർഗ്. എപ്പോഴും ചാമ്പ്യൻ ആവണമെന്നുണ്ടോ? ആരെ വിളിച്ചേ? ലോലനെ വിളിച്ച്. ട്യൂബോർഗ് ഈ കൊല്ലം കൊണ്ട് ജയിച്ചു കഴിഞ്ഞാൽ 2 ടൈം ചാമ്പ്യൻ ആണ് ട്യൂബോർഗ്. ഇത് ലാസ്റ്റ് ആയിരിക്കും. ഇത് ലാസ്റ്റ് വിളിയായിരിക്കും. ചിലപ്പോ 10 പേരുണ്ടാവും. ഇപ്പൊ നിക്ക് ബാബു ലാസ്റ്റ് വിളിയാണ്. കൈയിന്റെ ശക്തിയൊക്കെ നോക്കിയെടുത്തോ. കൈ നോക്കിയെടുക്കാൻ വേണ്ടി അവനെയാണോ നീ എടുത്തേ? ജൂഡ് വാ. കൈയല്ല, അവനിൽ എന്റെ ഒരു ആത്മവിശ്വാസം കാണുന്നുണ്ട്. ആത്മവിശ്വാസം
ആ ഒരു കോൺഫിഡൻസ് വരുന്നോ? അന്നാ നീ വാ, ഒരാളും കൂടെ നീ വാ. സെക്കൻഡ് അല്ലേ ലാസ്റ്റ്? വേറെ എങ്ങുണ്ടോ സെക്കൻഡ്? അപ്പൊ ഒരാളും കൂടെ ബാ. നീ ഇപ്പുറത്ത് കൂടെ കയറുക. അപ്പൊ ഫിനിഷ്. നിക്ക. അപ്പൊ രണ്ട് സൈഡിൽ എല്ലാരും ഒരു ടീമായിട്ടൊന്ന് നിക്കാവോ? ഡ്രോൺ നമ്മുടെ വടം എവിടെ? എന്താണ് നെഞ്ചൊക്കെ ഇരിച്ചിരിക്കുന്ന എല്ലാരും? കളിക്കാൻ ടീമില്ല, ഡ്രോൺ പറത്തി കളിച്ചോണ്ടിരിക്കുക. എല്ലാം ഊരിയേക്ക് ബാ. വടം വരാൻ ടൈം എടുക്കും. ഇപ്പൊ വരുന്നേ ഉള്ളൂ. ബെസ്റ്റ് ഓഫ് 3 വേണോ? ബെസ്റ്റ് ഓഫ് 3 എങ്കിൽ ബെസ്റ്റ് ഓഫ് 3, പേടിക്കേ വേണ്ട. ഇന്നാ ചാറ്റിൽ ഇനി ഡബ്ല്യു ആണെങ്കിലും എല്ലാം ആണെങ്കിലും സ്ട്രീം ചെയ്ത് തീർക്കാനുള്ള സാധനങ്ങൾ മൊത്തം സ്ട്രീം ചെയ്തിട്ട് ഞാൻ ഈ സ്ട്രീം എൻഡ് ചെയ്യത്തുള്ളേ. അതിന് ആര് ഡബ്ല്യു ഇട്ടാലും ഇസഡ് ഇട്ടാലും വൈ ഇട്ടാലും ഞാൻ ഡബ്ല്യു ഇസഡ് നോക്കിയല്ല ഞാൻ എന്റെ സ്ട്രീം ഇത്രയും വർഷം ചെയ്തോണ്ടിരുന്നത്. എടാ ക്യാമറ ഇപ്പുറത്തേക്ക് പറഞ്ഞു വിടറേ ഇതൊക്കെ കോച്ച് നേരെ നിന്ന് പാത്രക്ക എതിരെ നിന്ന് പാത്രക്കയാ ഇപ്പൊ പാക്കലാം. വാ നമുക്ക് നമ്മുടെ കാര്യം പറയാനാണെങ്കിൽ നമുക്ക് കുറച്ച് വണ്ണവും ഇതൊക്കെ ഉണ്ടെന്നുള്ളൂ. നമ്മളെല്ലാം മണ്ടന്മാരാണ്, മനസ്സിലായത്? അതൊരു ബേസിക്, അതായിട്ട് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യം അതാണ്, മനസ്സിലായത്? അപ്പം നമ്മള് മന്ദാരത്തിനെ നമുക്ക് കുറ്റിയായിട്ട് നിർത്താം. നമുക്ക് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ മാക്സിമം ഒരു നല്ലൊരു കോമ്പറ്റീഷൻ കൊടുക്കുക. നമുക്ക് ജയിക്കണം. പക്ഷേ എന്റെ ഒരു സ്ട്രാറ്റജി ഉണ്ട്, അത് ജയിക്കാൻ പറ്റും. എന്ത് അണ്ണാ, ഞാൻ വടംവലി ഡിസ്ട്രിക്റ്റ് പോയിന്റ് പറയാം. ഞാൻ പറയാം, ഈ മിഡിലിൽ നിൽക്കുന്നവർ അത്യാവശ്യം വെയിറ്റ് കുറവുള്ളതായിരിക്കണം. ഫ്രണ്ട് അടിക്കുന്നോ ബാക്ക് അടിക്കുന്നോ നല്ല ആരോഗ്യമുള്ളവരടിക്കണം, എന്നാലേ കിട്ടും. മിഡിലിൽ വെയിറ്റ് വെച്ചാൽ പവർ ഇല്ലാത്തത് നിന്നാലും കുഴപ്പമില്ല. ഫ്രണ്ടും ബാക്ക് നല്ല രീതിയിൽ അടിക്കണം. പിന്നെ അടിക്കുമ്പോഴത്തേക്ക് കാലിങ്ങനെ വെക്കണം, മനസ്സിലായോ? കാലിങ്ങനെ വെച്ച് ചവിട്ടി പുറത്ത് പോയാൽ മതി. കാരണം ഞാൻ പോയോണ്ട് പറയാം, ഡിസ്ട്രിക്റ്റിൽ പോയതാണ് ഞാൻ ആലപ്പുഴ ജില്ലയ്ക്ക് മത്സരിക്കാൻ 10ാം ക്ലാസ്സിൽ വടംവലിക്ക്. നമ്മളിതൊക്കെ വിശ്വസിച്ചു കൂട്ടിയാൽ മതി, കാരണം നമ്മളെല്ലാം വിശ്വസിച്ചിട്ടുണ്ട്. എടാ നമുക്ക് ഇത്രേ ഉള്ളൂ, മനസ്സിലായോ? നമ്മള് വലിച്ചെടുക്കുന്നു 5 മിനിറ്റല്ലേ ഉള്ളൂ. 5 മിനിറ്റ് നമുക്ക് സമയമുണ്ട്. പ്ലാൻ ചെയ്യാൻ 5 മിനിറ്റ് സമയമുണ്ട്. പയ്യൻ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് ചാറ്റിൽ കുറെ പേര് പറയുന്നുണ്ട്. ഞാൻ ഡിസ്ട്രിക്റ്റ് പോയിന്റ് പറയാനല്ലേ, ഞാൻ വടംവലിക്ക്. പിന്നെ എല്ലാവരും കാലിങ്ങനെ മാക്സിമം വെച്ചാൽ മതി, ഇങ്ങനെ വെച്ചാൽ മതി. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തെന്നിപ്പോ. ഇങ്ങനെ വെക്കണം, ചരിച്ചു വെച്ചാൽ മതി. ഇങ്ങനെ കുറ്റിയായിട്ട് മന്ദാരം നിൽക്ക്. പിന്നെ നമുക്ക് ഏറ്റവും ഫ്രണ്ടിൽ വില്ലംബ്രോയെ എവിടെ ഇടണം? വില്ലംബ്രോയെ മന്ദാരത്തിന്റെ ഫ്രണ്ടിലായിട്ട് നിർത്തി. സ്നൈപ്പ് ഇവന് ഞാനൊക്കെ 3ാമതായിട്ട് വെക്കാം. ഞങ്ങൾ എത്രയും പേര് 3ാമത് 4ാമത്. ബാക്കി എല്ലാവരും ആരോഗ്യമുള്ളവര് ഒരു 3 പേര് ആരോഗ്യമുള്ളവർ ഫ്രണ്ടിലും 3 പേര് ആരോഗ്യമുള്ളവർ പുറകിലും വേണം. ബാക്കി എല്ലാവരും ഇത് വെക്കാം. ഫ്രണ്ടടിക്കാൻ അണ്ണനും ട്യൂബോർഗും ഇവരെല്ലാവരും. ഇവിടെ ചില ഊമ്പന്മാര് നമ്മുടെ സ്ട്രാറ്റജി ആക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇടയ്ക്കൂടെ ഓരോരുത്തന്മാര് വരുന്നുണ്ട്. അത് നോക്കണേ, പ്രത്യേകം ശ്രദ്ധിക്കണേ. അത് നമ്മുടെ അല്ലാത്ത ആൾക്കാരുടെ അടുത്ത് വെച്ച് സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യല്ലേ. വലിയ പിടിച്ച പഴിയായി. ബോബെ ഒരു 5 മിനിറ്റ് ഡിലേ ഉണ്ട്. ഒരു റാപ്പ് പാടിക്കോളൂ. നമുക്ക് രാത്രി പാടാം. രാത്രിയില്ല, ചേട്ടാ ഏത് റാപ്പ്? ഞാൻ കണ്ണാപ്പിയെ കുറിച്ച് റാപ്പ് ചെയ്തിട്ടുണ്ട്. വേണ്ട, അത് പാടണ്ട. നമുക്ക് ഏത് വേണം? കൊള്ളയിൽ ബസ് പാടാൻ പറ്റില്ലല്ലോ. മറ്റേ കരോക്കെ ഇട്ട് പാടാം.
കരോക്കെ ഇട്ട് ആ എടാ അതിൽ കരോക്കെ കരോക്കെ ഒന്ന് ചെക്ക്. എടാ അതിൻ്റെ അടുത്ത് എടാ അതിൻ്റെ അടുത്ത് തരുവാടാ ആ സ്പീക്കർ എടുത്ത് തരും എടാ സ്പീക്കർ എടുത്ത് തരാം സ്പീക്കർ അല്ല ഞാൻ ഇടാം. കരോക്കെ വേണ്ടത് ഇത് ആരെ കണക്ട് ചെയ്തേക്കണേ? ഇതിന്റെ ഒരു ചെറിയ പരിപാടി ഉണ്ട് വടം വരാൻ 2 മിനിറ്റ് ഡിലേ ഉണ്ട്. അതല്ല സൈഡ് ഡോസ് ഉണ്ട് മച്ചുവേ പ്രൊഫഷണൽ ആണ് നമ്മള്. തൽക്കാലം വേറെ വടം ഉണ്ട് എടുത്താലേ ഇത് യൂട്യൂബ് കളിയോ? യൂട്യൂബ് മ്യൂസിക് ആണ് കളിയോ? യൂട്യൂബ് ഇല്ല, യൂട്യൂബ് ആണോ? ചെക്ക്. നമ്മുടെ പ്രിയങ്കരനായ എളിയ കലാകാരൻ അല്ല ഞാൻ ഇപ്പൊ ലിങ്ക് അയച്ചുതരാം, പിടിച്ചാണ് ബ്രോ. ആ കറക്റ്റ്. അണ്ണായി ഫോൺ കൂടി കൊച്ചിന്റെ ഫ്രണ്ട് കേൾക്കുന്നില്ലെന്നോ? എടാ നീ ആ മൈക്കിലല്ലേ സംസാരിക്കുന്നത്? അന്താരം ഓഫാക്കളി ഞാൻ. അടുത്തതായി ഒരു ഗാനം ആലപിക്കാൻ ബോബ് സ്റ്റാറിനെ ക്ഷണിച്ചു കൊടുത്തു. ബോബ് സ്റ്റാർ അഥവാ സ്റ്റാർ ബോബ്. രണ്ടാമത്തെ പേര് 2 പേരുണ്ട് പയ്യനെ. ചെക്ക് ചെക്ക്. അല്ല അതിന്റെ പേരിങ് മോഡ് ഓണാക്കി പിന്നല്ല എടാ എന്നാ സെറ്റ് ചെയ്യടാ പെട്ടെന്ന്. അത് ഡിലേ കാരണമാണ് നീ ഇത് തെറ്റി. അപ്പൊ ഇത് ഡിലേ അളിയ മര്യാദക്ക് ഇരുന്നാണ് അത് ആരോ ഓഫാക്കിയേ. അളിയ വെയിറ്റ് അളിയാ. സെറ്റ് അല്ലേ? എന്തിലോ പിടിച്ചു വെക്കി. പേരൊക്കെ മാറി അതൊക്കെ വരും. ഇതെന്താ ഇത്? സെലിബ്രിറ്റീസ് പോലെ ഇത് ഇവിടെ ഇരിക്കട്ടെ. നിന്നെ പകലങ്ങ് പിടിക്കാം, പകൽഗാമിലെ വെടിയത് നിർത്താം, പതിവായത് പതിശങ്ങ് പിടിക്കാം, പുതുവഴിയിലെ തടസ്സങ്ങൾ ഉടയ്ക്കാം. പകൽ മാലിന്യ പകലങ്ങ് പിടിക്കാം, പകൽഗാമിലെ വെടിയത് നിർത്താം, പതിവായത് പതിശങ്ങ് പിടിക്കാം, പുതുവഴിയിലെ തടസ്സങ്ങൾ ഉടയ്ക്കാം. എടുത്തിടും മോനെ ഉടുപ്പ്, നിന്നെ കൈ കിട്ട ഇടിക്കാൻ കൈയും കാലും തരിപ്പ്, മരവിച്ചു മോനെ മനസ്സ്, പക്ഷേ ഉള്ള കാര്യം പറയുമ്പോൾ നിന്നെ കൊണ്ട് ഉളുപ്പ്. എടുത്തിടും മോനെ ഉടുപ്പ്, നിന്നെ കൈ കിട്ട ഇടിക്കാൻ കൈയും കാലും തരിപ്പ്, മരവിച്ചു മോനെ മനസ്സ്, പക്ഷേ ഉള്ള കാര്യം പറയുമ്പോൾ നിന്നെ കൊണ്ട് ഉളുപ്പ്. ഞാൻ ചിന്തിച്ചത് പുള്ളിപ്പ്, എന്നെ ചുറ്റിപ്പറ്റി നടക്കുന്ന നിനക്കെന്ത് കരിപ്പ്. കടറിട്ട് അങ്ങ് നടക്ക്, നിന്റെ തനി നിറം അറിയുമ്പോൾ തലക്കിലും കമറ്. La 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 la. Thank you very much. ഇത് നിന്റെ അല്ലേ? ഇത് ഞാൻ എഴുതിയതാണ്. ഇത് അവൻ സ്വന്തമായിട്ട് എഴുതി സ്വന്തമായിട്ട് അൺറിലീസ്ഡ് ട്രാക്ക് ആണ്, ഇറങ്ങിയിട്ടില്ല. ട്രാക്കാണ് പയ്യന്റെ. താങ്ക് യു വെരി മച്ച്. കിരണ്ടൊരു പാട്ട് പാടിക്കോ. ഇറ്റ്സ് ഓക്കെ. നമ്മുടെ റെഡിയാ വട റെഡിയാ. 3 പാട്ട് കഴിഞ്ഞ് 3 മണിക്കൂർ പാട്ടം ഇതുവരെയ്ക്ക് എത്തിയിട്ടില്ല. വടയല്ലടാ വടം. ഒരു പാട്ട് കൂടെ ആരെങ്കിലും പിന്നെ അല്ല വേറെ ആരെങ്കിലും നിങ്ങൾക്ക് കിലോ പാടുവോ തമിഴ് പാട്ട്?
നമ്മുടെ ഏതാ 1000 പറ. അല്ല തിരുമാലയുടെ മറ്റേ ആ അത് വേണം. അതിന്റെ കരൊക്കെ ഇടുവോ? മലയാളിക്ക് എന്താടാ ബോബേ? വടം വന്ന് കേട്ടോ. വടം വന്ന അത് പോയിട്ട് ഉരിയോ. കോച്ച് ഒരു പാട്ടി ഇല്ല ഇപ്പൊ ആണോ? എടാ കൊച്ചു പഠിക്കുന്ന പോയി പഠിക്കും. ഞാൻ ബേർഡ്സ് ഒക്കെ എടുത്തു കൊടുക്കുവായിരുന്നു. വാടാ വാ ബോബേ വാ. ഞാൻ ബേർഡ്സ് ഒക്കെ സെറ്റ് ആക്കി കൊടുക്കുവായിരുന്നു കോച്ചിന്. എനിക്ക് എന്റെ ഇത് കാണിച്ചു തരണേ. നമ്മുടെ വടം ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു ഗാനത്തോട് എന്റെ അമ്മ ഇത് കാലിൽ എത്ര ഉണ്ടോ എന്റെ ആലിനെ കെട്ടിയിടുന്ന സാധനമാണോ? പറ്റും നിങ്ങളെ കൊണ്ട് പറ്റും. സെന്റർ ഇവിടെയാ, കുഴപ്പമില്ല. സെന്റർ ഇവിടെയാണ്. ചെണ്ടമേളം തപ്പ കുഴൽ വിളിനാദം തക 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 തരികിട മേളം തകിൽനാഥ സ്വര പുലി കളിയാട്ടം. ഇത് എന്റെ നാട് ഭൂമി മലയാളം. മാമല നാട് മലയാള നാട് മാവേലി വാണൊരു നാട്. മുണ്ടുമടക്കി മീശ പിരിച്ച് ചങ്കു വിരിച്ചൊരു പോക്ക്. കാടിളക്കി വരുന്ന മതയാന വാൾപയറ്റിനു ഞങ്ങൾക്കുണ്ട് ഉണ്ണിയാർച്ച. ഭീഷണി വേണ്ട അത് മുതലാകൂല. ഏഷണി കൂട്ട നോക്കേണ്ട വേവൂല. നരകത്തിൽ ഒരു തരി വെളിച്ചം പതനത്തിലും തല ഉയർത്തിയ ചരിത്രം. ഇവിടാരാന്റെ തന്തയ്ക്ക് പ്രാന്തെന്ന് കേട്ട നമ്മൾ വാളെടുക്കില്ല, ചുമ വീമ്പിളക്കില്ല മോനെ. മലയാളിക്ക് എന്താടാ കേട്ടോ മലയാളി പുലിയാടാ. ചുമ സടകുടഞ്ഞുണർന്നാലട പടലം നിന്റെ കഥ കഴിയും പോടാ. മലയാളിക്ക് എന്താടാ കേട്ടോ മലയാളി പുലിയാടാ. ചുമ സടകുടഞ്ഞുണർന്നാലട പടലം നിന്റെ കഥ കഴിയും പോടാ. അന്തി മയങ്ങുമ്പോൾ അന്തിക്കള്ളു മോന്തി അമ്പലത്തിൽ പോയി കുറി തൊട്ടു വണങ്ങി. കുമ്പസാരം ചൊല്ലും പൊന്നു മലയാളി നിനക്കു നീ തന്നെയാണ് എതിരാളി. നടുനിറകിപ്പോ തരുണി മണികൾ അവർക്കേറെയുണ്ട് കഥന കഥകൾ. സദാചാരം നോക്കും വിരണ്ട മരകൾ പകൽമാന്യന്മാർ പരമദ്രോഹികൾ. ചങ്കുറപ്പന്റെ കൂടെ പിറപ്പ് വരും അംഗത്തിനായി ഒരു കച്ചമുറുക്ക്. തല കുമ്പിട്ട് നിൽക്കാതെ നെഞ്ചു വിരിക്ക് പല കൊമ്പത്തെ ഏമാനും മുട്ടുമടക്കും. ഇനി എന്തിന് കപട സദാചാരം കൊലപാതകമല്ലൊരു പരിഹാരം. പറയാനിറന്നുണ്ടെന്നിരുന്നാലും മലയാളികൾക്ക് എളിയ നമസ്കാരം. കഴിഞ്ഞില്ലേ? താങ്ക് യു മച്ച്. അപ്പൊ നമുക്ക് വടംവലിയിലോട്ട് പോകാം. വടംവലി എന്നാ മൈക്ക് പിടിക്കൂ. മൈക്ക് എന്റെ ഉണ്ടോ ഓൾറെഡി. നിങ്ങക്ക് ലെഫ്റ്റ് വേണോ റൈറ്റ് വേണോ എന്നുള്ളത് തീരുമാനിച്ചോ? ടോസ് ഇട്ടില്ല. നമ്മുടെ ക്യാപ്റ്റൻ തിരിച്ച് നടുക്കേക്ക് വരേണ്ടതാണ്. ബാബു ക്യാപ്റ്റൻ എവിടെ ബാബു എവിടെ വരണ്ടാണ്. ബാബു വരണം. എന്താ പോസ് ചെയ്യണോ? അവര് ടീം ഫോട്ടോ എടുക്കുന്നതാണ്. ഈ ഒരു വിജയത്തിന് മുമ്പ് ടീം ഫോട്ടോ. നിങ്ങൾക്ക് രണ്ടുപേരും ഒന്നൊന്നും നടുക്കേക്കൊന്നും വരലാണ് ടീം ക്യാപ്റ്റൻ. എടാ ഒരു മൈക്ക് ബാബുവിന്റെ കൊടുക്കും. ഒരു മൈക്ക് ടീം നടുക്കുക. ഓക്കെ നടുക്കുക. ഏത് സൈഡാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള സമയമാണ്. ഒന്നോടെ റോക്ക് പേപ്പർ സിസ്റ്റർ വെച്ചിട്ടാണോ ഈ സൈഡ് വേണോ തീരുമാനിക്കുന്നത്? നമ്മുടെ പിള്ളേർക്ക് കോയിൻ ഉണ്ടോ ആരെങ്കിലും? കോയിൻ ടോസ് അല്ലെങ്കിൽ ബെസ്റ്റ് ഓഫ് വൺ ഒരു റോക്ക് പേപ്പർ സിസ്റ്റർ ഇട്ടോ. അവന്റെ മുഖത്ത് ആറ്റിറ്റ്യൂഡ് നോക്കിയാ അടിച്ചങ്ങ് നല്ല ബീജിയം കറക്റ്റ് സമയത്താ. ഒരു റോക്ക് പേപ്പർ സിസ്റ്റർ അടിക്കുക നോക്കട്ടെ. കളിക്കുന്ന ടീം ഏതാ?
ഏതാണോ എന്നായിരുന്നു പറഞ്ഞോണ്ടിരുന്നേ. അതെ അതെ അതെ. TVA വേഴ്സസ് TBA. പഴയ പഴയതായോണ്ട് കുറച്ച് വീര്യം കൂടുതലാ. അല്ല അപ്പൊ ഒന്നോട് ഒരു ചെറിയൊരു റോക്ക് പേപ്പർ സിസ്റ്റം കൊണ്ട് ഈ സൈഡിൽ പോകണം തീരുമാനിക്കുക. നമുക്കങ്ങനെ സൈഡൊന്നും വേണമെന്നില്ല. നമ്മൾ നമുക്കങ്ങനെ നിർബന്ധമില്ല. ആണ് ലാസ്റ്റ് തോറ്റ ശീലമുള്ളൂ, പക്ഷെ എന്നാലും കുഴപ്പമില്ല. റോക്ക് പേപ്പർ സിസർ. ഈ സൈഡ് ഓക്കെ. അപ്പോ ബാബുവിന്റെ ടീം എന്റെ റൈറ്റ് സൈഡിലും ഈഗിൾ ടീം എന്റെ ലെഫ്റ്റ് സൈഡിലും. കുഴപ്പമില്ല നമുക്ക് പിടിക്കാം. സെൻട്രൽ ലൈൻ ഏതാ? ഇതല്ലേ നടുക്ക്. എടാ ഈ ക്രോക്സ് ഊരിടുന്നതാണ് നല്ലത്. ഇതല്ലേ സെന്റർ? ഞാനിവിടെ നിൽക്കുന്ന സ്ഥലമാണ് സെന്റർ. അപ്പൊ നിങ്ങൾ അതനുസരിച്ചിട്ട് നിൽക്കുക. ഇവിടം വരെ സ്ഥലമുണ്ട്, നിങ്ങൾക്ക് നിൽക്കാനായിട്ട്. നമുക്ക് സപ്പോർട്ടർ ഫോൺ കൊടുക്കണം. മൈക്ക് മാറ്റിക്കോ വേണമെങ്കിൽ, ഈ സാധനത്തിൽ കൊണ്ട് പിടിക്കുമ്പോഴാണ്. വീണ്ടും ടീം ബാബു. ഞാൻ നിൽക്കുന്ന ഇവിടെയാണ് സെന്റർ. നിങ്ങൾക്ക് ഇവിടം വരെ നിൽക്കാം. ഇവിടെ ഈഗിൾ ഫ്രണ്ടിൽ, അവിടെ അവൻ ഫ്രണ്ടിലല്ലോ. ബാബു ബാക്കിൽ പോയാ? ഞാൻ കാര്യം പറയട്ടെ, ബാക്കിൽ ബാബു ഫ്രണ്ടിൽ നല്ല വഴുക്കലും ഉണ്ട്, അതാ പ്രശ്നം. എന്ത് ഇങ്ങനെ നടക്കുന്നത്? ഇല്ല വില്ലംബ്രോ അതങ്ങനെയാണല്ലേ. നമുക്ക് ഫ്രണ്ടിൽ അത്ര ഈഗിളോട് എന്തെങ്കിലും പറയാനുണ്ടോ അവസാനമായിട്ട്? പിടിച്ചേ പറ്റുള്ളൂ. വീണ്ടും നമ്മൾ കോൺഫിഡൻസ് എന്താ പറയണേ? നമ്മൾ ഒരു വലി അവിടെ തിരിച്ചു വലി ഇവിടെ. നീ ഒന്ന് മണ്ടനാണ്. അവിടെ ഇപ്പോഴും സ്ട്രാറ്റജി ശരിയാക്കിയിട്ടില്ല. ഈകളെ അവസാനമായിട്ട് പറയേണ്ട കാര്യമാണ്. അവിടെ നിന്ന് പറഞ്ഞു ഈകൾ എന്നാൽ നിലത്ത് വീണ് കഴിഞ്ഞാൽ കൈ പിടിച്ച് എഴുന്നേപ്പിക്കും എന്നാണ് ബാബു പറഞ്ഞത്. ഇവിടെ ഈകൾ എന്തെങ്കിലും പറയാനുണ്ടോ അങ്ങോട്ടേക്ക്? മൈൻഡ് പോലും ചെയ്യില്ല. കുഴപ്പമില്ല, നീ മറിഞ്ഞു വീണാൽ മൈൻഡ് പോലും ചെയ്യത്തില്ല എന്നാ പറഞ്ഞത്. കുഴപ്പമില്ല. എല്ലാം നമ്മള് എന്താ നമ്മുടെ കാണിക്കുന്നതിലൂടെ അങ്ങനെ കാണിക്കില്ലേ ബാബു? കുറച്ച് കറക്കി ടൈറ്റ് അവിടെ SRK ആ പുള്ളിയായിരുന്നല്ലോ. എല്ലാരും എടുത്ത് കൈ പിടിക്കുക. ടീം രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് റെഡി ആയിക്കോ. 2 വിസിൽ അടിക്കും. നിക്ക് അത് റിബൺ ഒന്ന് കിട്ടിക്കോ. ഓക്കെ വെയിറ്റ്. പൊക്കോ. ഓക്കെ, രണ്ടുപേരും ജസ്റ്റ് ഒന്ന് പിടിച്ചേ. 2 വിസിൽ അടിക്കും നമ്മള്. ഫസ്റ്റ് വിസിലില് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആക്കാനായിട്ടാണ്. ഇപ്പൊ എല്ലാം ജസ്റ്റ് ഒന്ന് പിടിച്ചു വെച്ചാൽ മതി. ടൈറ്റ് ആക്കല്ലേ, ജസ്റ്റ് ഒന്ന് ലൂസ് ആക്കി ഇട്ടേക്ക. ഫസ്റ്റ് വിസിൽ നമ്മൾ എല്ലാം ഒന്ന് ടൈറ്റ് ആക്കും, റിബൺ കെട്ടും. രണ്ടാമത്തെ വലിയിലാണ് ഫുള്ളായി, രണ്ടാമത്തെ വിസിലാണ് നമ്മൾ വലിച്ചു തുടങ്ങുന്നത്. ഓക്കെ. വെയിറ്റ്. എല്ലാരും പിടിച്ചോ? റെഡിയാണോ? നിക്ക്. ഇപ്പുറത്തെ സൈഡിൽ ബാബു എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴും കുറച്ച് നേരമായി. ബാബു അത് വേണ്ട, നമ്മളെ കൊണ്ട് പറ്റത്തില്ല, അത് വിട്ടേക്ക്. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്തു. നിങ്ങൾ റെഡിയാണോ എല്ലാരും? 2 വിസിൽ വരും. ആദ്യമേ വലിക്കരുത്. ഫസ്റ്റ് വിസിൽ അടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആക്കുക. ഓക്കെ, ഫസ്റ്റ് വിസിൽ അടിച്ചോ. ഓക്കെ, വെയിറ്റ്. വലിക്കരുത്. ടൈറ്റ് ആക്കി നിർത്താ. വെയിറ്റ് ചെയ്യേ. ഓക്കെ, സെന്റർ കിട്ടിയോ? ഓക്കെ, 3, 2, 1 വലി. എടാ കഴിഞ്ഞു നിക്ക്. ബെസ്റ്റ് ഓഫ് 3. വെയിറ്റ്, കഴിഞ്ഞിട്ടില്ല. ബെസ്റ്റ് ഓഫ് 3 ആണ്. നിങ്ങൾ ഒരെണ്ണം കൂടെ ജയിക്കണം. സൈഡ് മാറിക്കോ. ഇവിടെ പറ്റൂല ബ്രോ, ഇവിടെ വലിക്കാൻ പറ്റില്ല. ഇതുകൊണ്ട് അങ്ങനെയല്ല പറഞ്ഞു, ഇവിടെ വലിക്കാൻ പറ്റില്ല. അല്ല, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്കും അവസരം കിട്ടും. ഈ സൈഡിൽ ഇനി അവരാണ്. എന്നാലും ഒന്നല്ല ആവുള്ളൂ. തിരിച്ച് ഞങ്ങൾ അവിടെ തന്നെ അല്ലേ. അവസാനത്തിൽ നമുക്ക് ഒരു ടോസും കൂടെ ഇടാം, എന്നിട്ട് ജയിക്കുന്നത് നോക്കാം. അത് ബാബുവിന്റെ ഭാഗ്യം അനുസരിച്ചിരിക്കും. ഇവിടെ കളി തീർന്ന ഒരു പ്രശ്നമില്ല. അതാകുമ്പോ ബാബുവിനാണ് ആ കരുത്ത് എന്നുള്ളത് നമുക്ക് തെളിയിക്കാം. ഈ സൈഡ് വന്നാലും ജയിക്കും.
നേരത്തെ പറഞ്ഞത് തന്നെ വീണ്ടും വീണാലും എണീപ്പിക്കും. വീണ്ടും എഴുന്നേപ്പിക്കും. ഓക്കെ, സ്ട്രാറ്റജിയാണ് രണ്ട് സൈഡിലും. എല്ലാരും ജസ്റ്റ് ഒന്ന് റെഡിയായി നിന്നോ, പൊസിഷൻസിൽ നിന്നോ. അത് ബാക്ക് ഫ്രണ്ടിൽ ഫുൾ വെയിറ്റ് വന്നു പോയി. അപ്പോ നമ്മുടെ ഫസ്റ്റ് വടംവലി ബെസ്റ്റ് ഓഫ് 3ന്റെ റൗണ്ട് നമ്പർ 1 ജയിച്ചേക്കുന്നത് ബാബുവിന്റെ ടീമായിരുന്നു. രണ്ടാമത്തെ കൂടെ ടീം ബാബു ജയിച്ചു കഴിഞ്ഞാൽ ഇത് എൻഡിങ് ആയിരിക്കും. പക്ഷേ ഇത് ഈഗിൾ തിരിച്ചു വന്നാൽ നമ്മൾ തേർഡ് ഗെയിമിലേക്ക് പോകുന്നതാണ്. സോ വീണ്ടും എല്ലാം തിരിച്ച് പൊസിഷൻസ് എടുക്കുക. അയ്യോ, ചെറിയ ടീം സ്ട്രാറ്റജീസ്, ചെറിയ ഡിസ്കഷൻസ്. എല്ലാം സ്ട്രാറ്റജി ഒക്കെ സെറ്റ്. സ്ട്രാറ്റജി വേണ്ടെന്ന് പറയാൻ പോയതാ. നല്ലത്. നമുക്ക് അത്ര ചിന്തിക്കാനൊന്നും വയ്യ. ഓക്കെ, എല്ലാരും വടം റെഡി. അയ്യോ, അവന് സ്പേസ് കൊടുക്കണം. അവന് കുറച്ച് ബാക്കിലോട്ട് പോലെ സ്പേസ് കൊടുക്കണം, കുറച്ച് ഫ്രണ്ടിലോട്ട് വാ. വീണ്ടും 2 വിസിൽ ഉണ്ടാവും. ഫസ്റ്റ് വിസിലിന് ജസ്റ്റ് ടൈറ്റ് ആയിട്ട് പിടിക്കുക. രണ്ടാമത്തേനാണ് വലിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഫസ്റ്റ് വിസിൽ വെയിറ്റ് ചെയ്യേ. ഓക്കെ, 3, 2, 1 വലി. ആന്റെ മുണ്ട് പറിച്ചു പോയിട്ടുണ്ട്. പേടിക്കണ്ട. അത് മുണ്ടാണോ? ഓക്കെ, ഈകളെ ബെസ്റ്റ് ഓഫ് 3 ആണ്. ഈകളെ ഒന്നോടെ വന്നേ. അല്ല, ഞാൻ കാര്യം വേണ്ടേ, നമുക്ക് അവിടെ വല്ലതും വലിച്ചാലോ? അവിടെ വലിക്കണോ? അവിടെ വല്ലതും വലിച്ചാലോ? അല്ലെ ഇവിടെ നടക്കൂല. അവിടെ വലിക്കാൻ പറ്റുമോ? ഇവിടെ വലിക്കാം, വാ. വടം എടുത്തോ, പൊക്കിക്കോ. വടം പൊക്കിക്കോ. അപ്പൊ അപ്പുറത്തേക്ക് നീങ്ങാം. കുറച്ചും കൂടെ സ്ഥലമുള്ള സ്ഥലം നോക്കണം. അല്ലെ മേളിൽ കയറി കളിച്ചാലോ? മേളിൽ കയറി അവിടെ ഒട്ടും വലിക്കുന്ന നടക്കത്തില്ലടാ. അവിടെ മേളിൽ വലിക്കാൻ പറ്റുമോ? ഇവിടെ സ്ലോപ്പാ. പക്ഷെ ഇവിടെ കുറച്ച് സ്ലോപ്പാ. നിക്ക്, അല്ലെങ്കിൽ എൻട്രൻസിന് അങ്ങോട്ടേക്ക് വലിച്ചാലോ? ഇല്ല, ആ സൈഡ് ചേർക്കണം. അവർക്ക് ആ സൈഡ് കൊടുത്താൽ ഈ സൈഡ് എങ്ങനെ നിങ്ങൾ ആ സൈഡ് പോയി വന്നിട്ട് ഇങ്ങനെ വെച്ചോ. ഇല്ല, ഇങ്ങനെ വലിക്കാടാ. അതാ ഇങ്ങനെ വലിക്കാം. എന്നാലും ഇവിടെ ആ ടോസ് ഇടാം. അത് അങ്ങനെ നിൽക്കുന്നതിനല്ലേ ടോസ് ഇട്ടത്? ഓഹോ, അല്ലേ അടി ഉണ്ടാക്കുന്നത്? മെയിൻ റോഡിൽ വലിച്ചാലോ? ഇടയ്ക്ക് മൊത്തം കല്ല. ഇവിടെ നിന്ന് വിളിക്കും. ഇത് സ്ട്രൈറ്റാ. ഇവിടെ സ്ഥലമുണ്ട്. പടമൊന്നും പൊട്ടൊന്നുമില്ല. അവിടെ പറ്റില്ലടാ. ഇല്ല, അതിന്റെ ഇടയ്ക്കുണ്ട്. ഇത് പിന്നെ ഇവിടെ നിരപ്പ് പിന്നെ. അല്ല, ഇവിടെ പായലുണ്ട്. അവിടെ നിന്ന് നേരെ വലിക്കാം. ഇല്ലടാ, ഇവിടെ നിൽക്കാടാ. ഇങ്ങനെ നിൽക്കാം. ഇതില് നിൽക്കാം. ഇതില് നിൽക്കാം. വാ. റോട്ടിൽ നിന്ന് വാ വാ. ഇവിടെ വിളിക്കാം. വാ വാ. ഒന്നുമില്ല കണ്ണാപ്പി, നമ്മൾ ജയിക്കുന്നു. അവര് സൈഡ് അഡ്വാൻറ്റേജ് ഒന്നും പറ്റിയില്ല. ഗേറ്റിലോട്ട് കൊടുത്തിട്ട് അല്ല, ഇവിടെ കുഴപ്പമില്ല. ഇല്ല, ഞാൻ പറയട്ടില്ല. നമുക്ക് കളിച്ചെടുക്കാം. സൂപ്പിക്കോട്ട് വാ, നമുക്ക് പിടിക്കാം. കുഴപ്പമില്ല. ഇനിയിപ്പോൾ അതിന് തറക്കണ്ട. അല്ല, ടോസ് ഒന്ന് ചോദിക്കട്ടെ. നൈസോടെ ടോസ് അടിപ്പിക്കുന്നത്.
ടോസ് ഉണ്ട് പിന്നെ അതല്ലേ റൂളല്ലേ അല്ല അതല്ല അതിന്റെ ഒരു ശരിയാവും അതല്ലേ അല്ല ഈ ഒന്നും പറ്റിയില്ല ഗേറ്റിലും കിട്ടിയില്ല എടാ നൈസായിട്ട് മന്ദാരത്തിന്റെ ബാക്കിൽ കൂടെ ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കാരൻ്റെ റോഡിൽ വേണ്ട സീന നടുക്കെ കല്ലേല് കയറി ചവിട്ടാണ്ട് നോക്കിക്കോട്ടോ, തെന്നി അങ്ങ് പോവും. ഇല്ല ഇപ്പഴത്തെ സൈഡിൽ ഇന്റർലോക്കിൽ നിന്നാ മതി, കല്ലിലേക്ക് ചവിട്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ കാല് പോകാണ്ടിരിക്കും. അല്ല അത് സൂക്ഷിച്ചൊരു ഒരു ഇതിലങ്ങ് വലിച്ചാൽ മതി. ലാസ്റ്റ് റൗണ്ട് മാത്രം, പിന്നെ 3 എണ്ണം പോണം. ഇട്ടോ ഇങ്ങോട്ട് എടാ ഇനി ബെസ്റ്റ് ഓഫ് 3 നോക്കണ്ടല്ലോ, ലാസ്റ്റ് ഒരെണ്ണം ഫിനിഷ്. ഓക്കെ നമുക്ക് ലെഗ്സ് അടിക്കുന്നേ, അടിഭാഗം അടിക്കാറില്ല. ഗേറ്റുമേ കെട്ടിടാന്നാ ആരും കാണൂല. നല്ല ഐഡിയ. നീ എൻ്റെ അടുത്ത് പറഞ്ഞതായി, വേറെ അടുത്ത് സംസാരിക്കല്ലേ. സെക്യൂരിറ്റി ഭയ്യ ഉണ്ട് ഇവിടെ. ഭയ്യ കയർ പേ ജാവോ സെറ്റ് ചെയ്യട്ടെ പുള്ളി. ഏതെങ്കിലും സൈഡിലായിട്ട് നിന്നാ മതി. ഭയ്യ കയറിൽ ജസ്റ്റ് ഒന്ന് പിടിച്ച് വലിച്ചേരെ നമ്മുടെ കൂടെ. ജോയിൻ കരോ ഓക്കെ ഇവിടെ സ്ഥലം ഉണ്ടല്ലോ, കുറച്ചങ്ങോട്ടേക്ക് വേണമെങ്കിൽ വലിച്ചോ, കുഴപ്പമില്ല. പുള്ളി നമ്മുടെ ടീമിലെടുത്തേ ഇവിടുത്തെ ചേട്ടനെ. അതെ, കുറച്ച് ആ ഒരു കോർണർ വരെ എത്തിച്ചാൽ മതി. പുള്ളി ഇടയ്ക്ക് പിടിച്ചോളൂ, പ്രശ്നമില്ലെന്ന്. ഇതൊക്കെ ആര് കാണാൻ? കുഴപ്പമില്ല. സ്വിഫ്റ്റ് ഇവന്റെ ഡ്രീമർ സ്വിഫ്റ്റ് മാറ്റി. എന്റെ ദേഹത്ത് 2 കല്ല് കിട്ടിയിട്ടല്ലോ. വണ്ടി കുറച്ച് വെയിറ്റ് ആവൂലേ? പിന്നെ ഇറക്കി വലിക്കാം. നമ്മൾ ആ സൈഡിൽ നിന്ന് കുറച്ച് നേരം നിന്നു, ഒരു അത്ര മണി നിന്നില്ല. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നാ മതി. ഞങ്ങൾ ഈ സൈഡിൽ ഞാൻ വിചാരിച്ചത് ബാബു നമ്പൂതിരിക്ക് ഒറ്റ വാക്കുകളൊന്നാണ്. ഓക്കെ വാ ടോസ് ഇന്നക്ക് ഏത് ഇടുന്ന ഓർഡർ നമ്പർ ഏതാ? ഞാനൊരു 2 ഇടാം. ഓർഡർ ഇവൻ അങ്ങനെ ഞാൻ വിടുമ്പോ വിളിച്ചാ പോരെ? ഞാൻ ഈവൻ ഈഗിൾ 2 ഇടുമെന്ന് പറഞ്ഞേ. ഓർഡർ ഈവൻ ഈവൻ ഓട്. അത് പോയേ കയ്യിൽ നിന്ന് പോയേ. ഇനി ഒറ്റ വഴിയുള്ള ഗേറ്റ് കെട്ടുക. ഗേറ്റ് കെട്ട്, വേറെ വഴിയില്ല. ഗേറ്റ് കെട്ടിയോ. ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മുടെ സ്ട്രീമിൽ പറയേണ്ട കാര്യം കൂടെ. ഓക്കെ, വടംവലി ജയിക്കുന്ന ടീമിന് സ്പോൺസർ ഉണ്ട്. പ്രൈസ് 1000 രൂപ ക്യാഷ് ജയിക്കുന്ന ടീമിന്. വടംവലിയിൽ ജയിക്കുന്ന ടീമിന് 1000 രൂപ ക്യാഷ്. ഓക്കെ, അപ്പൊ ഒരു ഉന്മേഷം കൂടെ വരട്ടെ. ഇപ്പൊ 1-1 സ്കോർ ഇരിക്കുന്ന ലാസ്റ്റ് ജയിക്കുന്ന ടീം. വീണ്ടും ഏതെങ്കിലും സൈഡിലായിട്ട് നിൽക്കാൻ, നടുക്കേക്ക് നിൽക്കാണ്ട് ശ്രമിക്കുക. ഏതെങ്കിലും സൈഡ് പിടി. ആ വണ്ടി ഈസി. ഇല്ല ചെയ്തോട്ടെ. സൈഡ് നല്ല സൂക്ഷിച്ച് നോക്കുന്നതാണ്. 1000 രൂപ ക്യാഷ് പ്രൈസ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ വരയൊക്കെ ഇടുന്നവന്മാര് ഡക്കിന് പോകും. മനസ്സിലായി? അതാണ് ബേസിക് കാര്യം. അതാണ്. പക്ഷെ അവരെന്ത് വെച്ച് ചെയ്തോട്ടെ, നമുക്കിവിടെ മിണ്ടായിരിക്കാണ്. അവരെന്ത് വെച്ച് ആ സൈഡ് മതി. കണ്ടോ, ഞാൻ പറഞ്ഞില്ല മണ്ടന്മാരെന്ന് പാട്ടെടുത്ത. നമ്മുടെ സെന്റർ എവിടെയാണോ?
എല്ലാവരും നീങ്ങി തന്നെ. ആ വണ്ടി ഒന്ന് പോക്കോട്ടെ, എല്ലാവരും നീങ്ങി തന്നെ. ഒരു വണ്ടി കൊണ്ട് വീണ്ടും സ്ട്രീം കാണുന്നവർ ഏത് ടീമിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് കമന്റ് ചെയ്യേ. TVA ആണോ TBA ആണോ? TVA or TBA? ബാബു ചാറ്റില് TBA ഫാൻസ് ആണ് കൂടുതലെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, ഇതേതാണ് വണ്ണ ഏതാ അറിയില്ല, നോക്കാം. സ്ഥലം കൊടുക്കണം. ബാബു പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അമ്മന്റെ കാല് പോവും കാറിൽ. അത് മാത്രമല്ല അവർക്ക് ഗ്രിപ്പും കിട്ടും. വടം ഒന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് നീക്കി വെച്ചോ. ഞാൻ നിൽക്കുന്നതാണ് സെന്റർ, ഇവിടെയാണ് സെന്റർ. ഞാൻ നിൽക്കുന്ന ഇവിടെയാ സെന്റർ. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വാ. ഞങ്ങളാണ് നിങ്ങളല്ല, പെട്ടെന്ന് വടം വിടരുത് പോയിന്ന് പറഞ്ഞേട്ടാ. ഒറ്റയടിക്ക് ബാക്കിലോട്ട് വിട്ട് കഴിഞ്ഞാൽ ഒരു പോക്കും. അതുകൊണ്ട് തോറ്റെന്ന് പറഞ്ഞ പെട്ടെന്ന് വിടല്ലേ, പയ്യെ ലൂസാക്കി നിർത്തിയത്. വര അല്ല, ഞാൻ നിൽക്കുന്നതാണ് സെന്റർ. ഇവിടെ സെന്റർ, ഞാൻ നിൽക്കുന്നിടത്ത സെന്റർ. എന്നെ സെന്റർ ആക്കി വെച്ചാൽ മതി. അത് ഇതാണോ? ഈ വടിയുടെ ഇത് ഇവിടെ സെന്റർ വെച്ചോ. കുഴപ്പമില്ല, നിക്കട്ടെ. റോഡിലോട്ട് പോകണ്ട. റോഡിലോട്ട് പോകല്ലേ, വെളിയിലോട്ട് ഇറങ്ങണം. ഗേറ്റിന്റെ ഇവിടെയാണ് സെന്റർ. ഇവിടെയാണ് വരയൊന്നിടുവോ? ഓക്കെ, സെറ്റ്. ഇപ്പറ സൈഡ് കമോൺ ഒന്നുമില്ല, നമുക്ക് അടിച്ചേക്കണേ. എടാ പവർ എടുക്കണം. എല്ലാരും ഒന്നോടൊന്ന് ഹൈപ്പ് ആക്കിക്കോ. മന്ദാരമാണ്. നീ കുറച്ചുകൂടെ ലൂസ് ആക്കിയിട്ട് കഴിവാ. രണ്ട് ടീമും റെഡി ആവുക. ടേക്ക് പൊസിഷൻസ്. ഓക്കെ, വടം റെഡി. രണ്ട് ടീമും കുറച്ചുകൂടി ഈ സൈഡ് പിടി. അല്ല, നമ്മൾ ഒത്തിരി ഇപ്പുറത്ത് വരും. ഈ സൈഡ് പിടി. അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇത്രയും കൊണ്ട് വെച്ചു ഇങ്ങോട്ട് വെച്ചോ. ഇവിടെ ഇങ്ങോട്ട് വെച്ചോ. ഇത് സെന്റർ ആയിട്ട് വെച്ചോ. എന്നിട്ട് ഈ സൈഡിലും കൂടെ വെച്ചാൽ മതി. എടാ ആ വടി ഇങ്ങോട്ട് വെക്കും. ഇപ്പുറത്തെ ഇങ്ങോട്ട് ഒരു ഒരെണ്ണം ഇട്ടാൽ മതി. ആ വടി ഇപ്പുറത്തെ ഇങ്ങോട്ട് വെച്ചാൽ മതി. ഈ സെന്റർ ആയിട്ട് വെക്കും. ഇവിടെ വെച്ചാൽ മതി. വേണ്ട, അത് ആ സൈഡ്, ഈ സൈഡ്. ഇതാണ് സെന്റർ. വെച്ചോ. അവിടെ എങ്ങോട്ടും കിട്ടോ. ഇത് സെന്റർ, ഇവിടെ സെന്റർ. മതി. ഇവിടെ കെട്ടുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുക. ഫിനിഷ്. അങ്ങോട്ട് പോവല്ലേ കേട്ടോ. അങ്ങോട്ട് പോവല്ലേ. ഓക്കെ, വെയിറ്റ് ചെയ്യേ. എല്ലാവരും രണ്ടുപേരും കയർ റെഡി. ടീം റെഡിയാണോ? ഇപ്പുറ സൈഡ് റെഡിയാണോ? ഓക്കെ, ഫസ്റ്റ് വിസിൽ വെയിറ്റ് ചെയ്യേ. ടൈറ്റ് ആക്ക്. വലിക്കല്ലേ. 3, 2, 1 വലിച്ചോ. വലിക്ക്. പോയിട്ടില്ല. പോയി.
ജയിച്ച ടീം ബാബു എന്താ പറയാനുള്ളേ? മുഖത്ത് നോക്കി പറയാനാ പോന്നെ, മുഖത്ത് നോക്കി. വടംവലി ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള എനിക്കൊരു സംശയം, ട്യൂബോർഗ് ആൻഡ് ടീമിലുണ്ടായിരുന്നല്ലോ. ട്യൂബോർഗ് അടയ്ക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഇല്ലല്ലേ? ക്യാഷ് പ്രൈസ് ഇപ്പൊ കൊടുക്കുവോ? നമ്മുടെ ടീമിലെ ഡിസ്ട്രിക്ട് പോയ ഒരു ഐ ജി ഉണ്ടായിരുന്നു. എവിടെയാണ് ഡിസ്ട്രിക്ട് ഐ ജി എന്ന് പറഞ്ഞേ പ്ലീസ്. നമ്മുടെ തോൽവി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണേ പ്ലീസ്. തോൽക്കാനുള്ള കാരണം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ പ്ലീസ്. വെയിറ്റ് ഫുള്ള് ഫ്രണ്ടിലായിരുന്നു. ബാക്കിൽ ആകെ സ്നൈപ്പ്, ബാലൻ, പിന്നെ ജുഗ്രു, പിന്നെ സെക്കൻഡ് ആരുമില്ലാതെ ബാക്കില്, അതുകൊണ്ടാ വടം പിടിക്കാൻ പറഞ്ഞത്. പിന്നെ ബാല ഇച്ചിരി പിടുത്തമാണല്ലോ. ബാല ഇച്ചിരി പിടുത്തമുണ്ട്. പിന്നെ നിങ്ങളുടെ ടീമിൽ പ്ലസ് പോയിന്റ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ ടീമിൽ കുടിയന്മാർ കുറവായിരുന്നു, നമ്മുടെ ടീമിൽ കുടിയന്മാരായിരുന്നു. സ്വയം ബോധം വേണം. കനാബി ഇറ്റ്സ് TBA bitches. എടാ നമുക്ക് എല്ലാവർക്കും കൂടി ഇനി നിക്ക് ഒരു കാര്യം കൊണ്ട് ഈഗിൾ മറക്കുന്നു. ഒരു കാര്യം കൊണ്ട് നമ്മുടെ ടീം ലീഡർ ബാബു ഇങ്ങോട്ട് വരേണ്ടതാണ്. ഇങ്ങോട്ട് വരിക. ക്യാഷ് പ്രൈസ് സ്വീകരിക്കാൻ നമ്മുടെ ടീം ക്യാപ്റ്റനായ ബാബുവിനെയും ടീമിലെ കോ ലീഡർ ആൻഡ് മെമ്പേഴ്സിനെയും ഞാൻ വിളിക്കുന്നു. ഇവിടെ ഓയ് ചോര വന്നല്ലേ? നല്ലതാ. അപ്പോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വിന്നിംഗ് ടീമിന് ക്യാഷ് പ്രൈസ് കോച്ചും പറഞ്ഞോ? എല്ലാവരും. അപ്പോ നമുക്ക് ആ ഒരു സമ്മാന ചടങ്ങ് നേരെ ബാബുവിന്റെ തന്നെ കൊടുത്തോ, ബാക്കിയുള്ളവരൊക്കെ അതിൽ നിന്ന് മേടിച്ചോട്ടോ. അങ്ങനെയല്ല. എനിക്ക് അപ്പോ ഈഗോ ഒന്നും കാണിക്കുന്നില്ല. വിന്നിംഗ് ടീമിന് എന്റെ വക ഒരു 5000 രൂപ. എടാ അപ്പൊ എല്ലാരും നമുക്കൊരു ഫോട്ടോ എടുക്കാം. വാ അവിടെ